Hi everyone, welcome to CHACHA'S Cook House. ഞാൻ Renu. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് റോൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു പാനിൽ 1 ടേബിൾസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യണേ. അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരേക്കും ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയ സവോള കൊത്തി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്നുകൂടെ സോട്ട് ചെയ്യാം. ഒന്ന് വഴണ്ട് വരണം ഇത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്. ഇത് ഒരു 300 ഗ്രാം ചിക്കന് ഷ്രെഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു 1 കപ്പോളം വരും ഇത്. കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്ത് ഷ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതും കൂടെ മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി ഒന്ന്. ഇനി 1/2 ടീസ്പൂൺ വിനാഗിർ, 1 ടീസ്പൂൺ ചില്ലി സോസ്, 2 ടീസ്പൂൺ സോയ സോസ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഒരു 1/4 കപ്പ് പാലിൽ മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബൈൻഡായി വരാൻ വേണ്ടിയാണ് ഈ മൈദ മിക്സ് ഒഴിക്കുന്നത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക്. ഇനി റോൾസ് റെഡിയാക്കുന്നതിന് വേണ്ടി ബ്രെഡ് 4 സൈഡ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ഇത് സാധാ വെള്ളമാണ്, വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് എടുക്കുക. ഇനി ആ ഫില്ലിങ് ബ്രെഡിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ ഒരു സൈഡാണ് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നത്. അത് സോഫ്റ്റായി നമുക്ക് റോൾ ചെയ്യാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് സൈഡിൽ നിന്ന് 2 കൈയിലെയും നടുക്ക് വെച്ചിട്ട് നമുക്ക് 2 സൈഡും ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ കാണിക്കുന്നത് പോലെ 2 കൈയും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടുവേ. എന്നിട്ട് ഇത് ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക കൈ കൊണ്ട് തന്നെ. ഇപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബാക്കിയെല്ലാ റോൾസും ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഓരോ റോൾസും എഗ്ഗിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഞാനിത് 2 എഗ്ഗിൻ്റെ ഫുള്ളാണ് എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി ബ്രെഡ് ക്രംസിൽ നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്യാം ഇത്. എങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുക. എല്ലാ റോൾസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണേ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്ക് ഓരോ റോൾസും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമേ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോഴേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെയാവും ബ്രെഡ് ആയതുകൊണ്ട്. ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാമേ. ഇതായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടീ ടൈം സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും വരേക്കും. ബൈ, ടേക്ക് കെയർ, താങ്ക് യു.